ബിഗ് ബോസ് ഗെയിമിൽ അനീഷ് അവിടെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ടാസ്കിൽ പരാജയപ്പെട്ട് 1000 പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയ ധൈര്യശാലികൾക്കും അല്ലാത്തവർക്കും പിരിഞ്ഞു പോകാമെന്ന് ബിഗ് ബോസ് ട്രോളുന്നുണ്ടായിരുന്നു. അഭിലാഷിനെ ഒനീലിനെയൊക്കെ പോലുള്ളവർ ആ ഒരു വീണ് കിട്ടിയ ചാൻസ് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിസേൽ അത് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ആര്യം പക്ഷേ അതിനെ വീണ്ടും വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ആര്യനോട് നല്ല ഇറിറ്റേഷൻ ഉണ്ട്, അനുവിനും ജിസേലിനും ഒഴികെ. അഭിലാഷിനെ ഒന്നും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജിസേൽ പറയുന്നത്. ഒരു ടാസ്കറാണ്, പക്ഷെ ബുദ്ധിയില്ലെന്നാണ് ആര്യനെ പറ്റി ആദില പറഞ്ഞത്. അതിനുശേഷം അനുവും ആര്യനും തമ്മിൽ കിച്ചണിൽ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പോയിന്റ് പോയതിനെ പറ്റിയൊക്കെ അവർ ഫണ്ണായിട്ടാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. 1000 പോയിന്റ് ആയതുകൊണ്ടാണ്, 10000 പോയിന്റ് ആയിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവൻ അച്ഛനെ പറ്റിയുള്ള കാര്യം മറന്നേനെ എന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ബിഗ് ബോസ് ഒരു ഹൈജീന്റെ സാധനം കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചപ്പാത്തിയോ മറ്റോ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതിനുവേണ്ടി എടുത്ത് ആ ഒരു തവി വെച്ച് ആര്യന്റെ പുറകിൽ 1-2 പ്രാവശ്യം അടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ തവി വെച്ച് പാത്രത്തിലിട്ട് ഇളക്കുന്നതൊക്കെ ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തത് അനീഷായിരുന്നു. അവിടെയുള്ള പലരും, ബിന്നി, ആദില, അങ്ങനെയുള്ള പലരും അനീഷിനെ പറ്റി അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് കളി കയ്യിൽ നിന്ന് പോയവര് ആര്യൻ, ജിസേല്, അതുപോലെ തന്നെ അക്ബറൊക്കെ ഇന്ന് അനീഷിനെ പില്ലോയൊക്കെ എടുത്ത് എറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയായിരുന്നു. ഏതായാലും ഹൗസിലുള്ളവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം അവരെല്ലാവരും ചേർന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പരിപാടി അല്ലാതെ ഇതിൽ വേറൊരു തലത്തിലേക്ക് പിന്നീട് കാര്യങ്ങളൊന്നും പോയില്ല. ഇനി അടുത്ത ടാസ്കുകൾ ഇവർക്ക് ഇതിലും ടഫായിട്ടുള്ളതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്. മറ്റു വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്